വീണ്ടും ഒരു ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. പതിവ് പോലെ തന്നെ മാവ് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, സന്തോഷമായി. കുറച്ച് മുമ്പ് മറ്റേ അഞ്ജുവിൻ്റെയും ഗീത്തുൻ്റെയും ഒക്കെ വീഡിയോ ഉണ്ടല്ലോ, അവരുടെ എന്താ PK കപ്പിൾസും ട്വിൻ സ്റ്റാർസും ഒക്കെ, അതിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കിനും മാവ് പൊങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടതുള്ളൂ. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ മാവ് പൊങ്ങിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടാനുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ മാവിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പുറത്ത് തകൃതിയായിട്ട് ഉച്ചക്കത്തേക്കുള്ള കറികളും കൂടെ റെഡിയാക്കുകയാണ്. കാരണം എന്താണെന്നറിയാമല്ലോ, നമുക്ക് കടയിൽ പോകണമല്ലോ. അപ്പോൾ കൂമ്പാണ് കേട്ടോ, വാഴക്കൂമ്പും ചെറുപയറും കൂടെ ഞാൻ തോരൻ വെച്ചതാണ്. അത് ഞാൻ ഒന്നിച്ച് കുക്കറിൽ വെച്ചിട്ട് ഒരടി അടുപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് ടപ്പേന്ന് വെന്ത് കിട്ടി. പയറൊന്ന് വേവിച്ചിട്ട് പിന്നെ കൂമ്പരിഞ്ഞതും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ചാളക്കറിയാണ് വെച്ചത്. കുറച്ച് ചാള ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് വേഗം വെട്ടി കറി വെച്ചു കേട്ടോ. അതിൻ്റെ പലനീനും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് കറിയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ കൂടെ തന്നെ മോരുകറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പുറത്ത് ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഷഡ്ബഡേന്നുള്ള പണിയും കഴിഞ്ഞ് നേരെ കടയിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ചോറ് കോരൽ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് മീൻകറിയും വെക്കുന്നുണ്ട്. നമുക്ക് അന്നത്തെ പരിപാടിയാണ് കേട്ടോ. രാവിലെ മീൻ വരുന്നു, നമ്മൾ കറി വെക്കുന്നു. ഉച്ചക്കത്തേക്കുള്ള കറി ഉച്ചക്കാണല്ലോ നമ്മൾ കറി വെക്കുക. ഉച്ചക്കല്ല, ഏകദേശം ഒരു 10-10 ആകുമ്പോഴാണ് നമ്മൾ കറി വെക്കുക. അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്റ്റലുകളിലേക്ക് ഏതെങ്കിലും, അങ്ങനെ ബാക്കി വരാറില്ല. ഇനി വന്നാൽ തന്നെ ഹോസ്റ്റലുകളിലേക്ക് കൊടുത്തു വിടും, പിള്ളേർക്ക് കൊടുക്കും. അങ്ങനെ തീർക്കലാണ് കേട്ടോ. വേറെ ഒക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ചെറിയ വെയിലുള്ള ദിവസമായിരുന്നു. തിരിച്ച് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇക്ക പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞാനൊരു കോഫിയും ഒരു ക്യാരറ്റ് കേക്കും പറഞ്ഞിട്ടുണ്ട്. ഇക്ക ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോഫി തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ നിമിഷങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഒന്നും കൂടെ സുന്ദരനായിട്ടിരിക്കുന്നത്. അപ്പം തന്നെ ഞാൻ ക്യാമറ മാറ്റി വെച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉമ്മ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ അനീന വന്നിട്ടുണ്ട്, വേഗം വാന്ന്. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ അപ്പം തന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വാപ്പി പൊറോട്ട ഇറച്ചി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഞുണുക്ക് കറികളും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കടയിൽ നിന്ന് ഞാനിന്ന് കുറച്ച് കക്കിറച്ചിയും ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഇന്ന് ഞാൻ കണ്ടപ്പോൾ ആദ്യക്കുട്ടൻ എനിക്ക് ചെമ്മീൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തതാണ്. അപ്പോൾ എന്തായാലും അത് ഉപകാരമായി. പിന്നെ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം വെട്ടി കഴുകി പൊരിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പൊറോട്ടയും മീൻ പൊരിച്ചതും കൂടി ആയിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.